ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് പാട്ടും പാചകത്തിലേക്ക് സ്വാഗതം. ഇങ്ങനെ നമുക്ക് മത്തി പീരക്കറി എങ്ങനെയാണെന്ന് വെക്കാൻ നോക്കാം അല്ലേ. പീരയായിട്ട് നോക്കട്ടെ. നമ്മുടെ കാന്താരി തോട്ടിൽ നിന്ന് കുറച്ച് കാന്താരി പറിക്കാം. ഇത്രയും കാന്താരി കിട്ടിയുള്ളൂ. ഇത് നമുക്ക് കാന്താരി വെച്ച മീൻ തോരൻ തേങ്ങ തിരുമ്മി നോക്കാം. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇവനൊന്ന് മിക്സിക്കകത്ത് വന്നിട്ട് നമ്മൾ മിക്സിയിൽ തേങ്ങാപ്പീര ഇട്ടു. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ഇനി ഇവനൊന്ന് അരച്ചെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം. ചെറുതീ വെച്ചാൽ മതിയേ. ചെറുതായി ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ചൂടായെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് പൊള്ളിപ്പൊടി ഒന്ന് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് തോട്ടത്തിൽ നിന്ന് പറിച്ച് ഫ്രഷായിട്ടുള്ള കാന്താരി ഇട്ട് കൊടുക്കും. ഇത് സവോള, അരിഞ്ഞു വെച്ച സവോള ഇട്ടു. നല്ലോണം ഇളക്കാം. ഉള്ളിയും ഒക്കെ ഒന്ന് വഴണ്ടെന്ന് തോന്നുന്നു. ഉള്ളിയും വെളുത്തും പച്ചമുളകൊക്കെ ഒന്ന് വഴഞ്ഞു തോന്നുന്നു. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടി ഇടുക. വീണ്ടും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കാം. ചെറിയൊരു പരുവായി നമുക്ക് അരച്ച് വെച്ച തേങ്ങ അകത്തൊന്ന് ചേർക്കുക. ഒന്ന് വട്ടം കറക്കുക. പിന്നെ നമുക്ക് 2 അല്ലി കുടംപുളി മസ്റ്റാണ് ഇതിന്. കുടംപുളി കഴുകിയിട്ട് നമുക്ക് ഇതിനകത്ത് 2 പീസ്. നമ്മൾ മത്തി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തിയാണ് യോജിച്ചത് ഈ കറിക്ക്. അങ്ങോട്ട് ഇടുക. ചെറുതായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പൊന്ന് ഇട്ടു. കിടന്നൊന്ന് ചൂടായിക്കോട്ടെ.